Kcrl Media presents കേരളവും കൊറോണയും. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ്-19 എന്ന കൊറോണ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത ദിവസം ജാനുവരി 30, 2020. ഇന്ത്യയിൽ കോവിഡ്-19 ബാധിച്ച് സുഖം പ്രാപിച്ച ഏറ്റവും പ്രായമുള്ള പൗരന്മാർ: പട്ടയിൽ തോമസ് 93 വയസ്സ്, ഭാര്യ മറിയാമ്മ തോമസ് 89 വയസ്സ്, റാന്നി. കേരള സംസ്ഥാനത്തെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. കോവിഡ്-19 മഹാമാരിയെ മറികടക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി സാമ്പത്തിക ഉത്തേജന പാക്കേജ് 20,000 കോടി രൂപ പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. ലോക വൈറോളജി നെറ്റ്വർക്കിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യത്തെ വൈറോളജി ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ലാബ്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ കോവിഡ്-19 രോഗിയെ പരിചരിച്ച് രക്ഷപ്പെടുത്തിയ ഹോസ്പിറ്റൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യ കോവിഡ് രോഗിയെ ശുശ്രൂഷിച്ച നഴ്സ് സന്ധ്യ ജലേഷ്. കോവിഡ്-19 ബാധിച്ച് കേരളത്തിൽ മരിച്ച ആദ്യത്തെ വ്യക്തി യാക്കൂബ് ഹുസൈൻ സേട്ട്. കേരളത്തിൽ കോവിഡ്-19 രോഗം സ്ഥിരീകരിച്ച ആദ്യത്തെ വിദേശ പൗരൻ റോബർട്ടോ ടോണോസോ, ഇറ്റലി. കേരളത്തിലെ ആദ്യത്തെ കൊറോണ മരണം മൂലം ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശം കൂവപ്പാടം ജംഗ്ഷൻ, ചുള്ളിക്കൽ, മട്ടാഞ്ചേരി. കൊറോണ വൈറസ് രോഗവ്യാപനം തടയാൻ കേരള ആരോഗ്യ വകുപ്പ് തുടങ്ങിയ ക്യാമ്പയിൻ്റെ പേര് ബ്രേക്ക് ദ ചെയിൻ. കൊറോണ വൈറസ് രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ശ്വാസകോശം. കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം കിരീടം. ഇറ്റലിയിൽ രോഗികളുടെ ശ്വാസകോശ എക്സ്റേ റിപ്പോർട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ കോവിഡ്-19 വ്യാപനം മനസ്സിലാക്കുന്ന ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ മലയാളി സംരംഭകൻ പ്രശാന്ത് വാര്യർ. ഒന്നിലധികം വൻകരകളിലോ ഒട്ടേറെ രാജ്യങ്ങളിലോ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധിക്ക് പറയുന്ന പേര് പാൻഡെമിക്.
താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.